കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിദ്യാർത്ഥി സമരം ഡൽഹി ജന്തർ മന്ദറിൽ തുടരുകയാണ്. സമരം 34ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് കാണാനാവുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇല്ലാതെ പിന്നോട്ടില്ല എന്നാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയും അവരുടെ നേതാവായ അഭിജിത് ദീപ്കയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ച് സമരത്തെ നേരിടാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതിനിടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലുള്ള ന്യായീകരണ ശ്രമങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ അവസരത്തിൽ വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാവി എന്താണ് എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ സന്തോഷ് ജോയ്, ദ എയ്ഡം മാനേജിംഗ് എഡിറ്റർ വെങ്കടേഷ് രാമകൃഷ്ണൻ എന്നിവരാണുള്ളത്. നമസ്കാരം, ചർച്ചയിലേക്ക് സ്വാഗതം. തുടക്കം തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് പ്രധാനമന്ത്രി ഈ സമരത്തെക്കുറിച്ച് ആദ്യമായി കുറേ നാളുകൾക്ക് ശേഷം ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും എന്നുള്ളൊക്കെ രീതിയിൽ അദ്ദേഹം ഇങ്ങനെ പ്രതികരണം നേരത്തെ തന്നെ ചിട്ടപ്പെടുത്തിയൊരു പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. എക്സിലും ഫേസ്ബുക്കിലും അത് കഴിഞ്ഞ മണിക്കൂറുകളിൽ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രതികരണത്തെ കാണുന്നത്? ഒരുപക്ഷെ ഇത് താൽക്കാലിക ഒരു പ്രതിരോധ നടപടി എന്ന രീതിയിൽ സർക്കാരിൻ്റെ ഒരു അടവ് നയമായി മാത്രമാണോ കാണുന്നത്, അതോ ഈ ഒരു പ്രതികരണം കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം കൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തണുപ്പിക്കാനാവുമെന്ന് കരുതുന്നുണ്ടോ? ബിനോയ്, നമ്മൾ മാധ്യമങ്ങളിലായിരുന്നാലും എല്ലാവരും പ്രധാനമന്ത്രിയിൽ നിന്നൊരു പ്രതികരണം നമ്മൾ സോനം വാങ്ചുക് സമരത്തിൽ ഇരുന്ന ദിവസം തൊട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഇതിനെ ഒരു അനാലിസിസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനമന്ത്രിയുടെ ഒരു ക്ലൂനെസ്നെസ് ഉണ്ട്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിറ്റുവേഷൻ. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രതികരണമാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കാരണം നീറ്റിൽ നിന്ന് ഈ വിഷയം മാറി ഒത്തിരി മുമ്പോട്ട് പോയിരിക്കുന്നു. 20-ാം തീയതി വൈകുന്നേരം 20-ാം തീയതി നടന്ന പ്രകടനവും അതിനെ പോലീസും അഡ്മിനിസ്ട്രേഷനും നേരിട്ട ആ ചിട്ട, ആ ഒരു സ്റ്റൈല് അത് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പ്രധാനമന്ത്രിയുടെ ആവാസത്തിൽ പ്രതിപക്ഷത്തിന്റെ സമരവും അതൊക്കെ കഴിഞ്ഞ് ഈ ദിവസങ്ങളിൽ ഈ വിഷയം നീറ്റിൽ നിന്നോ അതോ നീറ്റിൽ പേപ്പർ ലീക്ക് ചെയ്ത ആരൊക്കെയാണ്, അവരെ എങ്ങനെ ഹൗ ദേ ഷുഡ് ബി പ്രോസിക്യൂട്ടഡ്, ആ വിഷയത്തിൽ നിന്ന് മാറി ഇത് അക്കൗണ്ടബിലിറ്റിയിൽ വന്ന് നിന്നേക്കുവാണ്. പ്രധാനമന്ത്രിയുടെ ഈ ഒരു ട്വീറ്റ് തന്നെ ആ ഒരു അക്കൗണ്ടബിലിറ്റിയുടെ ഒരു കുറവിനെ ഒന്നും കൂടെ റീഅസേർട്ട് ചെയ്യുന്ന ഒരു സംഭവം. 20-ാം തീയതി ഞാൻ ഒരു രാവിലെ 5-5:15 ഈ സ്ഥലത്ത് എനിക്ക് പോകേണ്ടിയ ഒരു കാര്യം വന്നു. അപ്പൊ 5:15 ഒരു 4:30-5 മണിയായപ്പം തന്നെ ഏകദേശം ഒരു 10,000-10,000 പിള്ളേര് ഈ പാർലമെന്റ് ജന്തർ മന്ദർ മാത്രമല്ല, ഈ അവിടെ ഉള്ള ആ ലീ മെറിഡിയൻ ഹോട്ടൽ, ആ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഏരിയ, അവിടെ മൊത്തം പിള്ളേര് അവിടെ വരാൻ തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ വേൾഡ് കപ്പിന്റെ ഒക്കെ ആ ഒരു ഹാങ് ഓവറൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർക്ക് റോഡിൽ വന്ന് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുമെന്ന് ഗവൺമെന്റ് പ്രതീക്ഷിച്ചല്ല. ബേസിക്കലി ഗവൺമെന്റ് പ്രതീക്ഷിച്ചിരുന്നു. അഭിജിത് ദിപ്കെ ഒരു സമരത്തിന്റെ കോൾ ചെയ്തു, പുള്ളി USA ഇവിടെ എത്തി, ആ ഒരു സമരം നമ്മളെല്ലാം കണ്ടു. അപ്പൊ ഗവൺമെന്റിന്റെ ഒരു ഇന്റലിജൻസിന്റെ ഒരു അനാലിസിസ് ഉണ്ടായിരുന്നു, അതിനപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളൊരു അനാലിസിസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ അനാലിസിസിന്റെ ഒക്കെ അപ്പുറം ഈ വന്ന പിള്ളേരിൽ ഭൂരിപക്ഷ പിള്ളേരും ഡൽഹിയിലെ എയർ കണ്ടീഷനിൽ നിന്ന് പുറത്തിറങ്ങാത്ത പിള്ളേരാണ്. ബേസിക്കലി ഇതിന്റെ ഒരു ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഞാൻ മനസ്സിലാക്കിയാല് ഈ 2012-13 ഒരു റേപ്പ് കേസ് ഡൽഹിയിൽ നടന്നപ്പം പ്രതിഷേധം നടന്നത്, ആ ഒരു ജെൻട്രിയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ കണ്ടത്. എന്നാല് ഒരു വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായത്, അഡ്മിനിസ്ട്രേഷന് പോലീസ് തലത്തിൽ ഉണ്ടായിരുന്ന ഒരു ഓർഡർ, ഒരു ലെഫ്റ്റ് മൂവ്മെന്റ് SFI ഐസാഡ് ഒക്കെ ഡെമോൺസ്ട്രേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നായിരുന്നു ഇവർക്കെല്ലാം കിട്ടിയിരുന്ന ഞങ്ങൾ അറിയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പോലീസ് അങ്ങനെ പെരുമാറുകയും ചെയ്തു. കാരണം ഭയങ്കര ഹൈ ഹാൻഡഡ് പെരുമാറ്റമാണ് ലെഫ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഫാർമേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയാൽ ഈ പോലീസ് നടത്തുന്നത്. അത് കാരണമുണ്ട് അവരും ഈ ഡെമോൺസ്ട്രേറ്റേഴ്സും അതുപോലെ തന്നെയാണ് പോലീസിനെയും നേരിടുന്നത്.
അപ്പൊ അങ്ങനത്തെ ഒരു തയ്യാറെടുപ്പിലായിരുന്നു പോലീസ്. എന്നാൽ ഈ വന്ന പിള്ളേര്, ഈ അന്ന് ഡെമോൺസ്ട്രേഷനിൽ വന്ന പിള്ളേര് അവരെല്ലാം ഒരുപക്ഷെ 90% പിള്ളേർ ആദ്യമായിട്ടായിരിക്കും ഒരു ഡെമോൺസ്ട്രേഷനോ ഒരു പ്രൊട്ടസ്റ്റിനോ അവിടെ എത്തുന്നത്. അവര് ഈ ഡെമോൺസ്ട്രേഷനൊക്കെ ടെലിവിഷനിൽ കണ്ടതേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ പ്രൊപ്പഗൻഡ അനുസരിച്ച് ഈ NGOs ആണ്, സിവിൽ സൊസൈറ്റി, ലെഫ്റ്റുകാരാണ് ഈ ഡെമോൺസ്ട്രേഷനൊക്കെ ചെയ്യുന്നതൊക്കെ ഈ മിത്തൊക്കെ കണ്ടും കേട്ടും വളർന്ന പിള്ളേരാണ്. അവർ ഈ ഡെമോൺസ്ട്രേഷൻ എത്തിയപ്പോൾ അവർ വിചാരിച്ചു നമ്മുടെ റൈറ്റ് ആണ്, വി ക്യാൻ കോൾ ഫോർ അവർ റൈറ്റ്സ്, വി ക്യാൻ സ്പീക്ക് അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ്. അങ്ങനെ ഈ ഒരു ധാരണയിൽ അവിടെ നിൽക്കുമ്പോഴാണ് അവരെ ഈ അടിക്കുന്നതും മർദ്ദനം തുടങ്ങുന്നത്. ആ മർദ്ദനത്തോടു കൂടി, ഈ 1-2 മണിക്കൂറത്തെ മർദ്ദനത്തോടു കൂടി അവരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, എല്ലാ ഇക്കോസിസ്റ്റമിനും ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഈ നോൺ പൊളിറ്റിക്കൽ പിള്ളേരായിരിക്കുന്ന അവരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് ആളിക്കത്തി കുറെ പിള്ളേർ കൂടെ എത്താൻ തുടങ്ങി. രാത്രി വരെ ഈ നമ്മുടെ ഡെമോൺസ്ട്രേഷൻ തീരുന്നു എന്ന് നമ്മൾ സൂചന കിട്ടുന്ന ആ രാത്രി മൊത്തം പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വരെ അവിടെ ഈ ഡെമോൺസ്ട്രേഷൻ പിള്ളേരുണ്ട്. അപ്പം നരേന്ദ്രമോദി ഒരു ബേസിക്കലി ഈ ഒരു ഡെമോൺസ്ട്രേഷനെ മിസ് ഹാൻഡിൽ ചെയ്തു. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. മിസ് ഹാൻഡിൽ ചെയ്തത് മാത്രമല്ല, അപൂർവമായിട്ടാണ് ഒപ്പോസിഷൻ പാർട്ടീസ്, കോൺഗ്രസ് ഉൾപ്പെടെ, പ്രത്യേകിച്ച് കോൺഗ്രസ് വളരെ വളരെ മെച്യൂർ ആയിട്ടാണ് ഈ പ്രാവശ്യം ഈ പിള്ളേരുടെ ഈ ഡെമോൺസ്ട്രേഷനകത്ത് ഒരു വലിയ നേതാക്കളും വന്നില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കോൺഗ്രസിനുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ ഗവൺമെന്റിന്റെ അഗേൻസ്റ്റ് ഒക്കെ ഒരു ഡെമോൺസ്ട്രേഷൻ, ആ പൊളിറ്റിക്കൽ ഡെമോൺസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് വന്ന്, കാരണം അവർക്കൊരു TRP കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ അവർ വന്ന് അതിനകത്ത് ഇടപെടാറുണ്ട്. പക്ഷെ ആരും ആ ഡെമോൺസ്ട്രേഷൻ വന്നില്ല. അത് കാരണമാണ് പിറ്റേ ദിവസം കോൺഗ്രസിന് പിള്ളേർ ഉന്നയിക്കുന്ന വിഷയത്തിനെ ഗവൺമെന്റ് തെറ്റായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളൊരു വിഷയത്തിൽ അവർക്ക് പ്രതിഷേധിക്കാൻ പറ്റിയ ഒരു മോറൽ അതോറിറ്റി അവർക്ക് കിട്ടാനുള്ള സാധ്യത. അത് മാത്രമല്ല, അതിന്റെ കൂടെ അഖിലേഷ് യാദവ് വന്ന് രാഹുൽ ഗാന്ധിയുടെ കൈ പിടിച്ച് അവിടെ പോലീസിനെ നേരിടുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ മാത്രമല്ല മൊത്തം ഈ നാട് മൊത്തം കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് വിഷ്വൽസ് ആണ്. ഗവൺമെന്റിനോട് എല്ലാവരും അഭ്യർത്ഥിക്കുന്നത്, നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അഭ്യർത്ഥിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനെ ഇനിയും മിസ് ഹാൻഡിൽ ചെയ്യരുത്. കാരണം ഇത് വളരെ വോളറ്റൈൽ ആയിട്ട് മാറും. ഈ പിള്ളേർ ആരുടെയും കൺട്രോളിലുള്ള പിള്ളേരല്ല, ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൺട്രോളിലുള്ള പിള്ളേർ. അവര് സെൽഫ് ഡിസൈഡിങ് ജനറേഷൻ ആണ്. ദേ ഡിസൈഡ് ഓൺ ദെയർ ഓൺ. മറ്റൊരു യാഥാർത്ഥ്യം ഈ കഴിഞ്ഞ 20-30 ദിവസത്തിനകത്ത് നമ്മൾ ജന്തർ മന്തർ കണ്ടത്, ഈ ട്രഡീഷണൽ മീഡിയയുടെ ഒരു മിത്ത് ഉണ്ടല്ലോ, ടെലിവിഷൻ ആണ് ഒപ്പീനിയൻ ബിൽഡ് ചെയ്യുന്നത്, ടെലിവിഷൻ ആണ് ഈ കൺട്രിയുടെ വൈചാരിക കാര്യങ്ങൾ ട്വീറ്റ് ചെയ്യുന്നതൊക്കെ. അത് മാറി. ആ ടെലിവിഷൻ മീഡിയകളെ കേറാൻ പോലും ഈ പിള്ളേർ അവിടെ സമ്മതിച്ചില്ല. ഈ നമ്മൾ കാണുന്ന വിഷ്വൽസ്, നമ്മൾ കാണുന്ന ഒപ്പീനിയൻസും, നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ അൺകൺവെൻഷണൽ കൊച്ചു യൂട്യൂബ് ചാനൽസ് ആണ് ഇതിനെ എല്ലാം പ്രക്ഷേപിക്കുന്നത്. അപ്പം ആ ഒരു മിത്ത് ഉണ്ടല്ലോ, ടെലിവിഷൻ ചാനൽസിന്റെ മിത്താണ് ഞങ്ങളാണ് ഈ കൺട്രിയുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ബിൽഡ് ചെയ്യുന്നത്. ആ മിത്തും നല്ലോണം മാറിക്കിട്ടിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും. വെങ്കടേഷ് രാമകൃഷ്ണൻ സാറിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാർ, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 1970-കളിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ ടോട്ടൽ റെവല്യൂഷൻ, അതിനുശേഷം 1990-കളിലേക്ക് വരുമ്പോൾ മണ്ഡൽ സമരം, ഇതൊക്കെ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരുകളുടെ അടിവേരറുത്തിട്ടുള്ള വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജന്തർ മന്ദറിൽ നടന്നു വരുന്ന ഈ സമരത്തിന് അത്തരമൊരു ഉൾക്കരുത്ത് ഉണ്ടായി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു വലിയ ദേശീയ പ്രക്ഷോഭമായിട്ട് ഈ സമരം വളരുമെന്ന് തോന്നുന്നുണ്ടോ? നരേന്ദ്രമോദി ഡൽഹിയിൽ ജയിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഈ ക്യാമ്പയിൻ സമയത്ത് പോലും നരേന്ദ്രമോദി എസ്റ്റാബ്ലിഷ് ചെയ്ത ചില മിത്തുകളുണ്ട്. ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ എല്ലാം ഫോറിൻ ഫണ്ടഡ് ആണ്, അവരെല്ലാം ഗവൺമെന്റിന്റെ അഗേൻസ്റ്റ് ആണെങ്കിൽ കൺട്രിയുടെ അഗേൻസ്റ്റ് ആണ്, അപ്പം ഗവൺമെന്റും കൺട്രിയും ഒന്നാണ്. അങ്ങനെ പല മിത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ന് വരെ ഭരിക്കുന്നത്. പക്ഷെ ഈ പിള്ളേരെല്ലാം നരേന്ദ്രമോദിയുടെ എഗെയിൻസ്റ്റ് അല്ല ആ ജന്തർ മന്ദിറിലെത്തിയത്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. 20-ാം തീയതി രാവിലെയും 19-ാം തീയതി രാത്രിയെ അവിടെ എത്തിയ പിള്ളേര് നരേന്ദ്രമോദിയോടെ ജസ്റ്റിസ് ചോദിച്ചുകൊണ്ടാണ് എത്തിയത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ജസ്റ്റിസ് ചെയ്യണം, എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ പിരിച്ചുവിടണം,
എന്ന് നരേന്ദ്രമോദിയോടെയും ഗവൺമെന്റിനോടെയും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പിള്ളേരെല്ലാം അവിടെ എത്തുന്നത്. ഈ സോനം വാങ്ചുക്കിന്റെ സമരം മൊത്തം ഗവൺമെന്റിനോട് ഒരു അപേക്ഷയാണ്, ഞങ്ങളുടെ ഈ പിള്ളേരുടെ ഡിമാൻഡ് പൂർത്തിയാക്കി കൊടുക്കണം. എന്നാൽ 20-ാം തീയതി ഒരു 4 മണി 5 മണി കഴിഞ്ഞിട്ട് ഈ സമരം ഈ ആരും പറഞ്ഞുകൊണ്ടല്ല, ഒരു പ്രസ്താവന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇറക്കിയില്ല. ഈ പിള്ളേർ തന്നെ ഇതിനെ നരേന്ദ്രമോദിയുടെ എഗെയിൻസ്റ്റ് ആയ സമരമാക്കി മാറ്റി. അത് കാരണം ആ വൈബ് കണ്ടുകൊണ്ട് മാത്രമാണ് ദിപ്കെ അന്ന് വൈകുന്നേരം പറഞ്ഞത്, ഞങ്ങൾക്ക് ധർമ്മേന്ദ്ര പ്രധാന്റെ അല്ല, ഈ ഇങ്ങനത്തെ ഈ അക്രമം കണ്ടിട്ട് ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ തന്നെ റെസിഗ്നേഷൻ വേണമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് രാത്രി 20-ാം തീയതി രാത്രി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമരത്തിനെ ഇങ്ങനെ ആക്കി മാറ്റിയതിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്കും അഡ്മിനിസ്ട്രേഷനും അമിത്ഷായുടെ പോലീസിനും തന്നെയാണ്. നമ്മൾ ക്രെഡിറ്റ്, നമുക്ക് വേറെ ആർക്കും ആ ക്രെഡിറ്റ് ഇല്ല. അവർ തന്നെയാണ് ഈ സമരത്തിന്റെ ഇത്രയും വ്യാപകമാക്കി മാറ്റിയത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ തയ്യാറെടുപ്പ്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തിനെ പറ്റി നമ്മളെല്ലാം പറഞ്ഞല്ലോ. ആ ഏരിയയിൽ എത്തിയ പിള്ളേരുടെ എല്ലാം ഫോണ് അവിടുത്തെ ടവറുമായിട്ട് കണക്ട് ആയ ആ ഒരു മെറ്റാഡേറ്റ ക്യാപ്ചർ ചെയ്തിട്ട് ആ ഫോണുകളിലെല്ലാം പോലീസ് FIR നോട്ടീസ് വായിക്കുവാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഈ പിള്ളേർക്ക് ഒരു പോലീസ് സ്റ്റേഷനോ കോർട്ടും കാണാത്ത ഈ പിള്ളേർക്ക് പോലീസിന്റെ അടിയും കൊണ്ട് FIR നോട്ടീസും വന്നു കഴിഞ്ഞിട്ട് അവർ ചിലപ്പം വിചാരിക്കും, ഇടാ ഇനിയും നമുക്കൊന്നും നോക്കാനില്ല. കാരണം ഈ ഫാർമേഴ്സിന്റെ അജിറ്റേഷന്റെ ഒരു ഡൈനാമിക്സ് ഡിഫറെന്റ് ആയിരുന്നു. അത് വെൽതി ഫാർമേഴ്സ് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്ത് അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്ത ആ 1.5 വർഷത്തെ സമരമായിരുന്നു. പക്ഷേ ഈ സാധാരണ വിഷയങ്ങളിൽ ജന്തർ മന്ദറിൽ എത്തുന്നവര് തിരിച്ചു പോയി ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ ഈ പിള്ളേര്, ഈ ജന്തർ മന്ദറിൽ എത്തിയ പിള്ളേര്, അവരുടെ 2-3 ജനറേഷൻ നല്ല ജോലി ചെയ്ത് അവർക്ക് ചെലവിന് കഞ്ഞിക്കുള്ള കാശ് വീട്ടിലുള്ള പിള്ളേരാണ്. അവർക്ക് ജീവിതത്തിൽ ഒരു കോസിന്റെ കുറവുണ്ടായിരുന്നു. ആ ഒരു കോസ് എന്തായാലും നരേന്ദ്രമോദി ഉണ്ടാക്കി കൊടുത്തു ഈ സാഹചര്യത്തോടുകൂടി. അപ്പം അതിന് എങ്ങനെ പോളിറ്റിക്കലി അതെങ്ങനെ മെന്യൂവർ ആവും മുമ്പോട്ട് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു എയിംലെസ് ആയിരിക്കുന്ന ഒരു ജനറേഷന് ഒരു നല്ലൊരു എയിം നരേന്ദ്രമോദിജി ഉണ്ടാക്കി കൊടുത്തെന്ന് ഉള്ള കാര്യം ഒരു സംശയമില്ല. പൊടി മീഡിയ എന്നറിയപ്പെടുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും ഇത്തരം സമരങ്ങളെ തീർത്തും ലഘൂകരിക്കാനോ പലപ്പോഴും മൂടി വയ്ക്കാനോ ഒക്കെയാണ് ശ്രമിക്കാറ്. പലപ്പോഴും തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചൊക്കെയാണ് അത് സാധിക്കാറുള്ളത്. പക്ഷേ ഇവിടെ കാണുന്ന കാഴ്ച, സ്വതന്ത്ര മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇതിനെ പിന്താങ്ങുന്നു, സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു, മാധ്യമങ്ങളിൽ തന്നെ വലിയൊരു ഡിവൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ മാധ്യമങ്ങളിൽ തന്നെ ഇതൊരു നറേറ്റീവ് യുഗം കൂടെയാണല്ലോ. ഈ സമയത്ത് നറേറ്റീവ് യുദ്ധത്തിൽ ഈ മാധ്യമങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിടവിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ സമരങ്ങളുടെ ഒരു മുന്നോട്ട് പോക്കിനെ അത് ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കുക? ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനോടാണ്. അല്ലല്ല, തീർച്ചയായും ഇത് നമ്മുടെ ഇതിന്റെ സൂചനകൾ കർഷക സമരത്തിന്റെ സമയത്ത് തന്നെ കണ്ടിട്ടുണ്ട്. കർഷക സമരത്തിന്റെ സമയത്താണ് ഈ നമ്മുടെ ഇന്ത്യയിലെ ഒരു പുതിയ ക്രോപ്പ് ഓഫ് സോഷ്യൽ മീഡിയ ഓറിയന്റഡ് ആയിട്ടുള്ള പത്രപ്രവർത്തകരുടെ വലിയ താരങ്ങൾ മറ്റേ നമ്മുടെ കർഷക സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഉയർന്നത്. അജിത് അഞ്ജുമിനെ പോലുള്ള ആൾക്കാർ, സത്യഹിന്ദിയെ പോലുള്ള പോർട്ടലുകള്, ന്യൂസ് ക്ലിക്കിന്റെ തന്നെ വലിയ രീതിയിലുള്ള കടന്നുവരവ്, ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് കർഷക സമരത്തിന്റെ സമയത്താണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ്. ഇപ്പൊ എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ ഗോദി മീഡിയ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. പ്രധാന ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങളെ ഗോദി മീഡിയ എന്ന് കർഷകർ പരസ്യമായി കളിയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മാധ്യമങ്ങൾക്കും, NDTV അടക്കമുള്ള ഒരു മാധ്യമങ്ങൾക്കും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ പ്രകടമായ രീതിയിൽ തന്നെ ഈ യുവാക്കൾ ഈ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ പ്രവർത്തകരെ അപവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും ഇത് നമ്മുടെ ഒരു മീഡിയ ക്ലൈമറ്റിൽ മീഡിയയുടെ സ്വാധീനത്തിന്റെ അതിന്റെ അളവുകോൽ ഒക്കെ മാറ്റിമറിക്കുന്ന ഒരു സമരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും വ്യവസ്ഥാപിത മാധ്യമങ്ങൾ, അതായത് ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം നിശ്ചയിച്ചിരുന്നത് പ്രിന്റ് മാധ്യമങ്ങളായിരുന്നെങ്കിൽ പിന്നീട് ഒരു വലിയ പരിധിവരെ അത് ടെലിവിഷൻ മാധ്യമങ്ങളായി മാറി. അവിടെ നിന്ന് മാറിയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ 2014 മുതൽ ഇങ്ങോട്ട് കണ്ടിട്ടുണ്ട്. അത് തീർച്ചയായും BJPയും സംഘപരിവാറിലെ മറ്റു സംഘടനകളിലുമെല്ലാം ചേർന്ന് അവർ ഒന്നിച്ചു നടത്തിയിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലുകൾ
തീർച്ചയായും ഈ ഒരു മാധ്യമ പരിസരത്തെ മാറ്റിമറിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു പുതിയ കുതിച്ചുചാട്ടം, അതായത് ഒരു തരത്തിലുള്ള ക്യാപിറ്റൽ, അതായത് മൂലധനത്തിന്റെ വലിയ ഒന്നുമില്ലാത്ത സ്വതന്ത്ര മാധ്യമങ്ങൾ. ഇപ്പൊ നമ്മൾ നേരത്തെ BJP-യുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ BJP-ക്ക് വലിയ രീതിയിൽ മൂലധനം ഇറക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ എന്റർപ്രൈസസ്, പിന്നെ വ്യവസ്ഥാപിതമായിട്ടുള്ള മാധ്യമങ്ങളുടെ തന്നെ സോഷ്യൽ മീഡിയ ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, ഇപ്പൊ റിപ്പബ്ലിക്, ടൈംസ് നൗ തുടങ്ങിയിട്ടുള്ള ചാനലുകളുടെ സോഷ്യൽ മീഡിയ ഔട്ട്റീച്ച് ഒക്കെ വലിയ രീതിയിൽ നരേന്ദ്രമോദിയും BJP-യും സഹായിച്ചു നമ്മൾ 2014 മുതൽ കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തീർത്തും ഇത്തരത്തിലുള്ള വലിയ മൂലധനത്തിന്റെ പിന്തുണമില്ലാതെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള മാധ്യമങ്ങൾക്ക് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ഉണ്ടാവുക, അതുപോലെ വ്ളോഗർമാർക്ക്, ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അത്തരത്തിലുള്ള ആൾക്കാർക്കെല്ലാം വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലിന്റെ ഒരു ദൃശ്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമ പരിസരത്തെ മാറ്റിമറിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ ജെൻസിയുടെ ഈ നീറ്റ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ശ്രീ സന്തോഷ് ജോയ്, ഈ തെരുവിൽ ആളിക്കത്തുന്ന വലിയൊരു പ്രതിഷേധമാണ്. ഈ പ്രതിഷേധത്തെ ഒരുപക്ഷെ കോൺഗ്രസ്സിന് ദീർഘകാലത്തേക്ക് ഇപ്പോഴുള്ള കേന്ദ്ര സർക്കാർ BJP വിരുദ്ധ ഒരു വികാരമാക്കി ദീർഘകാലത്തേക്ക് നിലനിർത്താൻ പറ്റുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എത്ര കണ്ടാണ് ഒരു സമീപനമുള്ളത്? അതോ പതിവ് പോലെ ഈ സംഘടനാ തലത്തിലുള്ള ദൗർബല്യമൊക്കെ ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് ഈ അവസരവും നഷ്ടപ്പെടുത്തി കളയുകയാണെന്നാണോ തോന്നുന്നത്? കോൺഗ്രസിന്റെ സ്ഥിതി ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിന്റെ സ്ഥിതിയുടെ കൂട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥിതി. അപ്പം വെങ്കടേഷ് സാർ ഇപ്പം ഒരു കമ്പാരിസൺ പറഞ്ഞല്ലോ ട്രഡീഷണൽ മീഡിയയുടെയും ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിന്റെ. അവരുടെ ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു വ്യത്യസ്തത എന്തുവാണെന്നറിയാമോ? ഈ ചാനലുകൾ നടത്തുന്നത് 1000 കോടി രൂപ ലോൺ എടുത്തിട്ടാണ്. അവിടെ നോയിഡയില് ലാൻഡ് തന്നെ മേടിക്കണമെങ്കിൽ അവിടെ UP ഗവൺമെന്റ് പൈസ കൊടുക്കും. അതിന്റെ EMI ഉണ്ട്. ഈ ആങ്കർമാർ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന്റെ പാക്കേജ് മേടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതേ സമയത്ത് ഈ റോഡിൽ പ്രതിഷേധത്തിൽ യൂട്യൂബ് ഉണ്ടാക്കുന്ന ആ പിള്ളേർക്ക് 10,000 രൂപയുടെ ഒരു ഫോൺ മേടിച്ചുകൊണ്ട് അവരുടെ ചാനലുകൾ നടത്തുന്നു. എന്നിട്ട് ഈ ചാനലുകൾ, ഈ ടൈംസ് നൗ ആയാലും ഈ ആഷ്തക് ആയാലും, അവർക്ക് അവരുടെ പ്രക്ഷേപണം ജനത വരെ എത്തിക്കണമെങ്കിൽ ടെലിവിഷൻ ഇന്ന് ആരും കാണുന്നില്ല. ടെലിവിഷനൊക്കെ പൂട്ടിയിട്ടേക്കുവാണ് വീട്ടുകളിൽ. ആൾക്കാർ കാണുന്നത് അവരുടെ മൊബൈലിലാണ് അവരുടെ ഔട്ട്പുട്ട് കാണുന്നത്. ഈ ഔട്ട്പുട്ട് ഈ പിള്ളേരുടെ വീഡിയോസിന്റെ കൂട്ടി കമ്പീറ്റ് ചെയ്തിട്ടാണ് ഈ ടെലിവിഷൻ ചാനലുകാർക്ക് ആൾക്കാരിൽ എത്തിക്കേണ്ടത്. അപ്പൊ ഒരു ടൈംസ് നൗവിന്റെ ഹാൻഡിലിന്റെ അഗെയിൻസ്റ്റ് 1000 മറ്റ് ഹാൻഡിൽസ് ഉണ്ട്. അപ്പൊ ദേ ആർ കമ്പീറ്റിംഗ് അഗെയിൻസ്റ്റ് ദോസ് നോൺ ട്രഡീഷണൽ ഹാൻഡിൽസ്. മറ്റൊരു കാര്യം, ജേർണലിസം നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ്, ഈ വേർഡ്സ് ആൻഡ് കണ്ടന്റിനെ കാട്ടി ഉപരിയായിട്ട് ഇമോഷൻ, ഈ പ്രക്ഷേപണം ചെയ്യുന്ന ആളുടെ ദേഷ്യം, ഈ ഒരു 20-ാം തീയതി 21-ാം തീയതി ഇന്നലെ എനിക്ക് പോകാൻ പറ്റി, 22-ാം തീയതി എനിക്ക് പോകാൻ പറ്റി. ഈ പിള്ളേരെ അവിടെ നിന്ന് ബ്ലോഗിങ് ചെയ്യുമ്പോൾ അവരുടെ ഒരു മനസ്സിലൊരു ദേഷ്യം ഉണ്ടല്ലോ, അത് അവർ ക്ലിയർലി റിഫ്ലക്റ്റ് ആവുകയാണ്. അത് എത്ര പൈസ കൊടുത്ത ഒരു റിപ്പോർട്ടറിനെ നമ്മൾ ഫീൽഡിൽ ഇറക്കിയാലും ആ ഒരു ആങ്കർ നമുക്ക് റിഫ്ലക്റ്റ് ആവാൻ പറ്റത്തില്ല. അപ്പൊ ഈ കൺസ്യൂമർ, ഈ മോഡേൺ കൺസ്യൂമർ ഓഫ് ദ മീഡിയ ഉണ്ടല്ലോ, അവർക്ക് ഈ ഇമോഷൻ ആണ് അവരെ അട്രാക്ട് ചെയ്യുന്നത്. അതർവൈസ് ദേ ജസ്റ്റ് ഗോ ടു അനദർ ചാനൽ. അപ്പം ഈ പിള്ളേർ, ഈ കൊച്ചു പിള്ളേർ, 15 വയസ്സുള്ള 20 വയസ്സുള്ള പിള്ളേർ അവിടുന്ന് ലൈവ് ചെയ്യുമ്പോൾ അവരുടെ ഇമോഷൻ എല്ലാ പ്രായക്കാരും, എല്ലാ റൂറൽ അർബൻ ഓഡിയൻസ് കേട്ടോണ്ടിരിക്കുവാണ്. അതേസമയത്ത് പ്ലെയിൻ ഫേസ്ഡ് റിപ്പോർട്ടർ അവിടുന്ന് ലൈവ് ചെയ്യുന്നു. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഹിയർ ടു ദം. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. കോൺഗ്രസിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ, കോൺഗ്രസ് ഈസ് ആക്ച്വലി പ്ലേയിങ് ടു ദ ഗാലറി. കോൺഗ്രസിന് ഒരു പ്രത്യേക ഒരു മാറ്റം വന്നേക്കുന്നതെന്ന് പറഞ്ഞാല്, കോൺഗ്രസിനകത്ത് തന്നെ ഒരു കോംപ്ലസൻസി ഉള്ള ഒരു ജനറേഷൻ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ ജനറേഷൻ പല പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ സമ്മതിക്കാതെ നമ്മൾ ചെയ്ത പോലെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരു ജനറേഷൻ ഉണ്ട്. ആ ജനറേഷൻ ഇപ്പം കാണാനേ ഇല്ല. ദേ ആർ നോ വെയർ. യു ഗോ ടു ദി കോൺഗ്രസിന്റെ മീഡിയ സെല്ലിൽ പോയാലും, ഏത് കോൺഗ്രസിന്റെ ബ്രീഫിംഗിൽ പോയാലും ആ ജനറേഷനെ കാണാനേ ഇല്ല. ഇപ്പം ഹാൻഡിൽ ചെയ്യുന്നത്
NSUI യൂത്ത് കോൺഗ്രസിൽ 2-3 വർഷം മുമ്പ് ജോലി ചെയ്ത പിള്ളേരാണ് അവിടുത്തെ കോൺഗ്രസിന്റെ മെയിൻ ഹെഡ് ഓഫീസ് മാനേജ് ചെയ്യുന്നത്, ഡയറക്ട്ലി കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. അത് കാരണമാണ് ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചത്, 20-ാം തീയതി രാത്രി വരെ ഒരു കോൺഗ്രസിന്റെ നേതാവും ഒരു സ്റ്റേറ്റ്മെന്റും കൊടുക്കാതെ ഈ കാര്യത്തിനെ വളരെ, അല്ലെങ്കിൽ ഒരു മെയിൻ ഒപ്പോസിഷൻ പാർട്ടിക്ക് ദിസ് ഇസ് ലൈക്ക് എ വെരി ല്യൂറിങ് അറ്റംപ്റ്റ്. ഈ വിഷയത്തിൽ കയറി ചാടുന്നത് ഒരു വലിയൊരു ഒരു ല്യൂറിങ് ആണ്. പക്ഷെ ദേ നെവർ ഡിഡ് ഇറ്റ്. പിറ്റേ ദിവസവും ഒരു 4 മണി വരെ ആർക്കും ഈ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്തോ ചെയ്യുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പ്രധാനമന്ത്രിയുടെ വീട്ടിന്റെ മുമ്പിൽ, വസതിയുടെ മുമ്പിൽ ഒരു 50 പേര് എത്തി അവിടെ റോഡ് ഇരുന്ന സമയത്താണ് ഗവൺമെന്റിന് മനസ്സിലാക്കുന്നത് ഇവരുടെ മുമ്പോട്ടുള്ള നീക്കം ഇതാണെന്ന്. അപ്പൊ കോൺഗ്രസ് ഒരു മാറ്റം സ്ട്രാറ്റജിയിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരു അഡ്വാൻറ്റേജ് അറ്റ് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലൂസ് ചെയ്യാൻ ഒന്നുമില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ കോൺഗ്രസിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തോൽവിയാണ്. ആ തോൽവിയോടുകൂടെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യ അലയൻസിന്റെ മീറ്റിംഗിൽ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ട്രഡീഷണൽ വേയില് ഈ ഗവൺമെന്റിനെ നമുക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ ഒപ്പോസ് ചെയ്യുമ്പോൾ നോൺ ട്രഡീഷണൽ മെത്തേഡ്സ് വേണം. അതെന്തുവാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്നുള്ള ഒരു സൂചനയോടായിരുന്നു ആ മീറ്റിംഗിനകത്തുള്ളൊരു സ്പീച്ച്. അപ്പോൾ എവ്രി വൺ, അഖിലേഷും രാഹുൽ ഗാന്ധിയുടെ ഒരു പേഴ്സണൽ ഡൈനാമിക്സ് ഉണ്ട്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ആ കാര്യം അറിയാം. അതുപോലെ തന്നെ വിജയ്, തമിഴ്നാട് ചീഫ് മിനിസ്റ്ററും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു പേഴ്സണൽ ഡൈനാമിക്സ് ഉണ്ട്, അത് ഗവൺമെന്റിനോ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിനൊക്കെ ഉപരിയായിട്ട് ഈ ബാക്കി ഓപ്പോസിഷൻ പാർട്ടീസിനെല്ലാം ഒരു കാര്യം മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനുള്ള വേർവിത്തോളിന്റെ കൂടെ നിന്നിട്ട് നമുക്ക് ഈ BJPയെ നേരിടണം, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ മാറിപ്പോവും. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു സാഹചര്യമാണ് കോൺഗ്രസിന്റെ ഇപ്പോൾ. വെങ്കടേഷ് രാമകൃഷ്ണൻ, അങ്ങയോടാണ്. അങ്ങ് നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ നമുക്ക് വ്യക്തത വരുത്താമെന്ന് തോന്നുന്നു. അതായത് എല്ലാ കാലത്തും BJPക്ക് വലിയ രീതിയിൽ വോട്ടും നോട്ടും കൊടുത്തവരാണ് ഈ നോർത്ത് ഇന്ത്യയിലെ മധ്യവർഗ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിക്കേണ്ടായി, പലപ്പോഴും ഈ മധ്യവർഗമാണ് ഇന്ന് അതൃപ്തിയിൽ തെരുവ് നിറയുന്നത്. അവരുടെ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളാണ് ഭൂരിഭാഗവും തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഒരുപക്ഷെ മധ്യവർഗത്തിൽ വലിയൊരു അതൃപ്തി BJP സർക്കാരിനെതിരെ, മോദി ഗവൺമെൻറ്റിനെതിരെ രൂപപ്പെടുന്നു എന്നുള്ളത് നമുക്ക് അവഗണിക്കാനാവാത്തൊരു സത്യം കൂടിയാണ്. ഏത് തരത്തിലായിരിക്കും വരുന്ന ദിവസങ്ങളിൽ, അല്ലെ വരുന്ന കാലത്ത് ഈ ഒരു അതൃപ്തി സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുക? അല്ല, തീർച്ചയായും ഇത് നമ്മുടെ 2014 ശേഷം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മിഡിൽ ക്ലാസിന്റെ അതൃപ്തിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് എത്ര കാലം നിലനിൽക്കും? ഇത് ക്ഷണികമാണോ? ഇതിനെ താങ്കൾ നേരത്തെ സന്തോഷിനോട് ചോദിച്ചിട്ടുള്ള ചോദ്യവുമായിട്ട് കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം നമുക്കുണ്ടോ? പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനത്തുള്ള പാർട്ടി കോൺഗ്രസിന് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംഘടനാപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ക്രിയാത്മകതയുണ്ടോ? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. തീർച്ചയായും മിഡിൽ ക്ലാസ്, മധ്യവർഗം എന്ന് നമ്മൾ വിളിക്കുന്ന മിഡിൽ ക്ലാസ്സിൽ മോദി സർക്കാരിന്റെ, പ്രത്യേകിച്ച് മോദി എന്ന വ്യക്തിത്വത്തെ പറ്റി ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഇലൂഷൻ ഉണ്ടായിരുന്നു. ഒരു ബിംബമായിട്ട് മോദി വളർന്നു വന്നിരുന്നു. 2013 മുതൽ 12 മുതൽ തന്നെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നൊരു ബിംബമാണ്. ആ ബിംബം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ, 2024 ആണത് ആദ്യമായിട്ട് അതിനൊരു ഭംഗം വരുന്നത്. അബ്കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യം പൊളിഞ്ഞു പോവുകയും BJPക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അപ്പൊ ആദ്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുകയാണ് 2024. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ സാധനം കാണുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള, ഇതിന്റെ പൊളിറ്റിക്കൽ മൊമെന്റം തുടർന്നു കൊണ്ടുപോകാനുള്ള കഴിവ് കോൺഗ്രസിനുണ്ടോ? ജോയ് പറഞ്ഞു, ഇപ്പോ പശ്ചിമ ബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്കകത്ത് ഒരു തരത്തിലുള്ള മേൽക്കൈ കിട്ടിയിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ ആ മേൽക്കൈ കൊണ്ട് മാത്രം കാര്യമുണ്ടാവുന്നല്ല. അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിലാണ്. അവിടെ തീർച്ചയായും കോൺഗ്രസ് സെക്കൻഡ് ഫീൽഡിൽ കളിച്ചേ പറ്റുള്ളൂ. അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി സമാജ്വാദി പാർട്ടിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട്, അഖിലേഷ് യാദവിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പക്ഷെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ മനസ്സിലാക്കാൻ പര്യാപ്തമായ ഒരു രാഷ്ട്രീയ നേതൃത്വം, അതിനുള്ള മെച്യൂരിറ്റി, പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഉള്ള രാഷ്ട്രീയ നേതൃത്വമാണോ രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്നത് തുടങ്ങിയിട്ട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്.
പക്ഷെ അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ മധ്യവർഗത്തിന്റെ ഇടയിലുള്ള സംഭവം തന്നെ അത് നിലനിൽക്കുമോ, അത് ക്ഷണികമാണോ എന്ന സംശയവും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലുണ്ട്. പ്രത്യേകിച്ചും ആത്യന്തികമായി BJP-യുടെയും സംഘപരിവാറിന്റെയും ഏറ്റവും വലിയ ആയുധം വർഗീയതയാണ്, ഹിന്ദു മുസ്ലിം വർഗീയതയാണ്. അത് എപ്പോഴും ഏതെങ്കിലും തരത്തിൽ ആളിക്കത്തിക്കാനുള്ള ഒരു മരുന്ന് BJP-യുടെയും സംഘപരിവാറിന്റെയും കയ്യിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ജെൻസിയിൽപ്പെട്ടുള്ള കുട്ടികളെ അത്തരത്തിലുള്ള വർഗീയമായ ആശയങ്ങൾ കൊണ്ട് സ്വാധീനിക്കാൻ പറ്റുകയില്ലെങ്കിലും അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ പറ്റും. അപ്പോ ഈ ഒരു അന്തരീക്ഷം മാറ്റിമറിക്കാനുള്ള ഒരു വിദ്യകളെല്ലാം ഉള്ള ആൾക്കാർ തന്നെയാണ് BJP-യും സംഘപരിവാറും. ഞാൻ കേൾക്കുന്നത് ഇപ്പൊ എന്താ വെച്ചാൽ, മഥുരയിൽ നേരത്തെ അയോധ്യയിൽ കണ്ടതുപോലെ, ബനാറസിൽ കണ്ടതുപോലെ, കാശിയിൽ കണ്ടതുപോലെ, അതുപോലെയുള്ള വളരെ വിധ്വംസകമായിട്ടുള്ള ഒരു വർഗീയ പ്രക്ഷോഭം, വർഗീയ സംഘർഷം മഥുരയിൽ, ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ മഥുരയിൽ അവിടെ വളർത്തിയെടുക്കാനുള്ള നീക്കങ്ങൾ സംഘപരിവാർ തുടങ്ങിക്കഴിഞ്ഞു. അത് ഏതാണ്ട് ഈ വർഷം അവസാനമാകുമ്പോഴേക്ക്, 2027 തുടക്കത്തിലാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ്. അപ്പോ ഈ വർഷം അവസാനമാകുമ്പോഴേക്ക് മഥുര ഒരു വലിയ വർഗീയ സംഘർഷത്തിന്റെയും വർഗീയമായിട്ടുള്ള പ്രചാരണത്തിന്റെയും ഒക്കെ ഒരു കേന്ദ്രമായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന സൂചന. അപ്പൊ തീർച്ചയായിട്ടും ഇത് വലിയ ഡെവലപ്മെന്റ് ആണ്. 2014 മുതൽ ചരിത്രപ്പെടുത്തി പരിശോധിച്ചാൽ ഇത്രയും വലിയ ജനകീയ പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം മോദിയുടെ ഈ നേതൃത്വത്തിനോ BJP-യുടെ അപ്രമാദിത്വത്തിനോ മാറ്റം വരുത്താൻ പറ്റുമെന്ന് പറയാൻ മാത്രം ഉള്ള ഒരു സ്ഥിതിവിശേഷമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടും NTA പിരിച്ചുവിടണമെന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ പ്രധാന ആവശ്യമായി ഉന്നയിക്കുന്നത്. അതേസമയം പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന്, പുതിയ അന്വേഷണ സമിതികൾ കൊണ്ടുവന്ന് ഇതിനെ താൽക്കാലികമായി ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ പിന്നോട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ മുന്നിൽ ഇനി എന്തായിരിക്കും ഒരു വഴി ഉണ്ടാവുക? പ്രായോഗികമായിട്ട് നേരത്തെ ശ്രീ വെങ്കടേശ് രാമകൃഷ്ണൻ സൂചിപ്പിച്ച ആ കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കട്ടെ, അതോടുകൂടെ അതിനപ്പുറം മറ്റെന്തെങ്കിലും വഴികളായിരിക്കും സർക്കാരിന് മുന്നിൽ ഇനി അവശേഷിക്കുന്നുണ്ടാവുക? ശ്രീ സന്തോഷ് ജോയ്. എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. തെറ്റുകൾ തിരുത്താനുള്ള സാഹചര്യം, അവസരവും ഗവൺമെന്റിനുണ്ട്. ഈ കാര്യം നമ്മൾക്ക് അറിയാം. പക്ഷേ ഇത് എന്തുവാണ്, വൈ ഗവൺമെന്റ് cannot ask the education minister to resign? അതിന്റെ ഒരു പലരും അനാലിസിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ല ഈ വിഷയത്തിന്റെ ഒരു കേന്ദ്രത്തിലുള്ള ആള്. അത് NTA is what? NTA is a body of contractors. NTA-ക്കകത്ത് ആ NTA ഹെഡ് ഓഫീസിൽ മാത്രം കുറെ ഡെപ്യൂട്ടേഷൻ ഓഫീസേഴ്സ് ഉണ്ട്. ബാക്കി മൊത്തം സ്ട്രക്ചർ, ഈ ഇലക്ഷൻ എക്സാമിനേഷൻ നടത്തുന്ന സെന്റർ മുതൽ നടത്തിപ്പിക്കുന്ന ഓഫീസേഴ്സ് വരെ എല്ലാം കോൺട്രാക്റ്റ് ആണ്, ഏജൻസീസ് ആണ് നടത്തുന്നത്. അപ്പൊ ഈ ഏജൻസീസിനുള്ള കോൺട്രാക്റ്റുകളും എല്ലാം ഇത് ധർമ്മേന്ദ്ര പ്രധാന്റെ ഉപരിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത് കേന്ദ്രീകരിച്ചിട്ടാണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. BJP-യിൽ നടക്കുന്ന കാര്യം, ഒരു റോഡ് കോൺട്രാക്ട് തൊട്ട് റെയിൽവേ സ്റ്റേഷന്റെ കോൺട്രാക്ട് ആണ്, ഇതെല്ലാം നടക്കുന്ന ഒരു സെൻട്രലൈസ്ഡ് വേയിലാണ്. അപ്പം പല അനാലിസ്റ്റ് ഗവൺമെന്റ് കാര്യം അറിയുന്ന ആൾക്കാർ പറയുന്നത്, ധർമ്മേന്ദ്ര പ്രധാനെ പിരിച്ചുവിട്ടാൽ പല ആൾക്കാർക്കും, BJP-യിലെ പല വലിയ വലിയ നേതാക്കൾക്കും വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാനിന് ഉപരിയാണ് ഈ NTA-യിൽ നടക്കുന്ന പല വിഷയങ്ങൾ അവിടെ നടക്കുന്നത്. പക്ഷേ BJP-ക്ക് ഈ സമയം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഡിസ്കണക്ട് ഉണ്ട്. ഇന്നലെ ഗുഡ്ഗാവിൽ അവിടെ BJP-യുടെ ഒരു പ്രതിഷേധം നടന്നപ്പോൾ, ഈ പ്രതിഷേധത്തിനകത്ത് പോകുന്ന ജെൻട്രിയുടെ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു 40+60+ ആൾക്കാരുടെ ഒരു ജെൻട്രിയാണ്. പക്ഷെ അതിനെ തടഞ്ഞു നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പിള്ളേര്, ഈ കോർപ്പറേറ്റ് ഗുഡ്ഗാവിൽ പോയിട്ട് ജോലി ചെയ്ത് തിരിച്ചു വരുന്ന യങ്സ്റ്റേഴ്സ്, അവര് പൊതു തെരുവില് ഈ BJP-യുടെ അഗേൻസ്റ്റ് മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരു ഡെയറിങ്, ഒരു ബ്രേവറി ഈ 20-ാം തീയതി കഴിഞ്ഞാണ് പലയിടത്തും നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ട്രഡീഷണൽ BJP സപ്പോർട്ടേഴ്സിനകത്ത് രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്നാമത്തത്, ഇത് ട്രൂ ഇന്ത്യയുടെ ഒരു പിക്ചർ അല്ല, ഇത് ഈ പ്രതിഷേധമൊക്കെ മാനുഫാക്ചേർഡ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു 50% ആൾക്കാരുണ്ട്.
പക്ഷെ അതിൽ കൂടുതൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇനിയും നരേന്ദ്രമോദിക്ക് ഒരു ഇലക്ഷൻ ജയിക്കാൻ ഈ പിള്ളേരുടെ ഒന്നും സപ്പോർട്ടിന് ആവശ്യമില്ല. ഈ ഇലക്ഷൻ ജയിക്കാനുള്ള മെക്കാനിസം എല്ലാം BJP മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇലക്ഷൻ എന്തായാലും ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അടിസ്ഥാനമായി വിശ്വസിക്കുന്ന ഒരു വലിയ BJP ലീഡർഷിപ്പും കാഡറും ഉണ്ട്. അപ്പൊ അതാണ് BJPക്ക് ഏറ്റവും വലിയ ചിന്തിക്കാനുള്ള വിഷയം ഇന്ന്. ബേസിക്കലി they are disconnected from the crowd, disconnected from the people. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഈ മെയിൻ ക്യാമറ ഫേസ് ചെയ്ത് പലരും ഇല്ലെങ്കിലും പല കൗണ്ടറുകളിൽ ഞാൻ ചെന്ന് സംസാരിക്കുമ്പോൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന പല മലയാളി പിള്ളേരെ, പല തമിഴ് ഓർഗനൈസേഷൻസിന്റെ പിള്ളേരൊക്കെ അവിടെ നമ്മൾ കണ്ടു. ആന്ധ്രാക്കാരും ഇഷ്ടം പോലെ ഉണ്ട് അവിടെ, അത് നമ്മൾ കണ്ടു. പക്ഷേ യെസ്, ഒരു പെർസെപ്റ്റിബിൾ ഒരു നോർത്ത് സൗത്ത് ഡിവൈഡ് ഈ ഒരു സമരത്തിന് ഉണ്ടെന്നുള്ളൊരു കാര്യത്തിന് സംശയമില്ല. അതിന്റെ കാരണം ഡൽഹി ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ കുറെ ദൂരെ, ഈ കേരളം തമിഴ്നാടും ഒക്കെ ഈ വിഷയങ്ങളിൽ നിന്ന് കുറെ ദൂരെ ആയിരിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഈ നീറ്റ് ഇതൊക്കെ മൊത്തം കൺട്രിയെ ബാധിക്കുന്നതാണെങ്കിലും ഈ ഒരു എഫക്റ്റഡ് പിള്ളേർ കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ ആവാനുള്ള കാരണമായിരിക്കാം ഇതിങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷേ സർട്ടൻലി താങ്കൾ പറഞ്ഞത് കാര്യം ശരിയായിരുന്നു. നോർത്ത് സൗത്ത് ഡിവൈഡ് ഈ സമരത്തിൽ നമ്മൾ പ്രത്യക്ഷമായി കണ്ടു. ഒരു ഭാഗത്ത് ഈ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾ, മറ്റൊരു ഭാഗത്ത് ശംഭു അതിർത്തിയിൽ കർഷകർ, വേറൊരു വശത്ത് കെൻബത്തുവ വിഷയവുമായി ബന്ധപ്പെട്ട ആദിവാസികളുടെ പ്രതിഷേധം. അങ്ങനെ രാജ്യത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. ഇതൊരു വിശാല ജനകീയ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ടോ? ദേശീയ തലത്തിൽ വലിയൊരു അപ്രൈസിങ്ങിലേക്കുള്ള ഒരു സാധ്യത ഇത് തുറന്നിടുന്നുണ്ടോ? അല്ല, അത് ഇനി മുമ്പോട്ടുള്ള ഹാൻഡ്ലിങ്, കാരണം എത്ര ആ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയാലും അതിനൊരു പൊളിറ്റിക്കൽ ഒരു ക്രിസ്റ്റലൈസേഷൻ ഇല്ലാതെ ഒരിക്കലും അതിനൊരു ലോജിക്കൽ എൻഡ് കിട്ടാനുള്ള സാധ്യതയില്ല. നമ്മൾ അന്ന മൂവ്മെന്റിന് നമ്മൾ എല്ലാവരും കണ്ട ഒരു സംഭവമാണ്. അന്ന മൂവ്മെന്റ് ഇത്ര ശക്തമായിട്ട് മുമ്പോട്ട് പോകാനുള്ള കാരണം BJP പ്രത്യക്ഷമായി വന്ന് ആ വേദിയിൽ വന്ന് ഗവൺമെന്റിന്റെ അഗേൻസ്റ്റ് സംസാരിച്ചപ്പോഴാണ്. അന്ന മൂവ്മെന്റിന് ക്രെഡിബിലിറ്റി ആയി വന്ന് നോൺ കോൺഗ്രസ് എല്ലാവരും ഒന്നിച്ച് വന്നെന്നുള്ളൊരു ഒരു ഇംപ്രഷൻ അന്ന് കിട്ടിയപ്പോഴാണ് അന്ന മൂവ്മെന്റ് ഇതേപോലെ ഒരു സക്സസ് ആയി മാറിയത്. പക്ഷേ ഇപ്പം നോൺ BJP ഫോഴ്സസ് എല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണെന്നുള്ളൊരു പെർസെപ്ഷൻ ജനതയുടെ ഇടയിൽ ഇതുവരെ ഇല്ല. ഇതൊരു സ്റ്റുഡൻസിന്റെ മൂവ്മെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇനിയും എഥനോളിന്റെ അഗേൻസ്റ്റ് ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടി അടുത്ത ആഴ്ച തൊട്ട് കോൾ ഉണ്ട്. പിന്നെ വിമൻസ് ഓർഗനൈസേഷൻ വിമൻ റിസർവേഷന് വേണ്ടി ഒരു കോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പ്രതിഷേധങ്ങൾ ഇനി ലൈനപ്പ് ആണ്. പക്ഷെ ഈ പ്രതിഷേധങ്ങളെല്ലാം ഗവൺമെന്റിന്റെ അഗേൻസ്റ്റ് എങ്ങനെ ഫലപ്രദമായിട്ട് വരുമെന്നുള്ളൊരു കാര്യം നോക്കണമെങ്കിൽ അതിൽ ഒത്തിരിയൊക്കെ ഉത്തരവാദിത്തം ഗവൺമെന്റിന് തന്നെയാണ്. ഗവൺമെന്റ് എങ്ങനെ ഡീൽ ചെയ്യും, കുറച്ചൊരു ഈഗോ ഒക്കെ ഒന്ന് സൈഡിലാക്കി വെച്ചോണ്ട് ഇതിനെ ഡീൽ ചെയ്താൽ ഗവൺമെന്റിന് ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷേ വേർ നരേന്ദ്രമോദി ഈസ് കൺസേൺ, ഈഗോ ഈസ് എ ബിഗ് ഇഷ്യൂ. നമുക്ക് നമ്മുടെ അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. അതായത് ഈ നിലവിൽ ഇപ്പോഴുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ജന്തർ മന്ദറിലെ യുവജന സമരം എങ്ങോട്ടാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി അങ്ങോട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് എങ്ങനെയായിരിക്കും അടയാളപ്പെടുത്തുക? ഈ സമരത്തിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട്? ഈ സമരം എങ്ങോട്ടാണ്? അല്ല, ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾ ഞങ്ങൾ പരസ്പരം മാധ്യമപ്രവർത്തകർ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, സ്റ്റുഡൻസിന് ഈ പ്രതിഷേധത്തിനകത്തൊരു റോൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ജനറേഷന് ഒരു റോൾ ഉണ്ടായിരുന്നു. അവരത് നല്ലതായിട്ട് വളരെ ഭംഗിയായിട്ട് അവര് പെർഫോം ചെയ്തു കഴിഞ്ഞു. ഇനി പലർക്കും അതിനകത്ത് റോളുണ്ട്. മീഡിയയ്ക്ക് റോളുണ്ട്, സിവിൽ സൊസൈറ്റിക്ക് റോളുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസിന് റോളുണ്ട്. അവര് ഈ വിഷയങ്ങളിൽ എങ്ങനെ ഇടപെട്ട് ഈ വിഷയങ്ങളിനെ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ കാണണം. അപ്പോൾ ഈ പ്രതിഷേധം സ്റ്റുഡൻസിന് മാത്രം ഉത്തരവാദിത്തമാക്കി നമ്മൾ വിട്ടാൽ ഒരുപക്ഷെ അവർക്കൊരു പരിധിയുണ്ട്. ഇപ്പോൾ പുതിയ സെഷൻസ് തുടങ്ങാൻ പോകുവാണ്, അക്കാഡമിക് സെഷൻ. ഈ ഓഗസ്റ്റ് മാസം അക്കാഡമിക് സെഷൻ കുറെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിള്ളേർ അതിനകത്ത് ബിസി ആവും. അപ്പോൾ ഇനി മുമ്പോട്ടുള്ള ഒരു ലോജിക്കൽ എക്സ്റ്റൻഷൻ ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ മേളിലായിരിക്കും അതിന് ഉത്തരവാദിത്തം. ഈ
വിദ്യാർത്ഥി സമരം രാജ്യത്തോട് പറഞ്ഞു വെക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ അതൃപ്തി മുതൽ അവഗണനയുടെ വരെ കാര്യങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി ആത്മാർത്ഥമായി ഇത്തരം സമരങ്ങളെ സമീപിക്കണം. ഇത്തരം സമരങ്ങളോട് അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. മറ്റൊരു വിഷയത്തിൽ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.